ഹായ് ഓൾ. ചിക്കൻ വാങ്ങുമ്പോൾ പലരും മാറ്റിവെക്കുന്ന ഈ പാർട്സ് കൊണ്ട് ഇത്രയും രുചിയുള്ള ഒരു കറി ഉണ്ടാക്കാമെന്ന് പലർക്കും അറിയില്ല. ഒരിക്കൽ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇതേ രീതിയിൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ചിക്കൻ പാർട്സ് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മുളക് പൊടി, പാകത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്, എന്നാൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇത് വേവാൻ ആവശ്യമായി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ 2 വിസിൽ വരുന്നത് വരെ നമുക്ക് ഗ്യാസിൽ വെക്കാം. അത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് വേറൊരു പാൻ വെച്ച് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് ചെറുതായി മുറിച്ചത് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അതൊന്ന് നന്നായി വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് 2 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായി ഇതുപോലെ മുറിച്ചെടുത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ചോറിനും ചപ്പാത്തിക്കും ദോശക്കും പത്തിരിക്കും എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളിയാണ് ഈ കറി. എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉള്ളി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ച പാർട്സ് ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു സൈഡിൽ മാറ്റി വെക്കാം. 2 വിസിലായാൽ തന്നെ പാർട്സ് നന്നായി വെന്ത് വരും. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ശേഷം അതും കൂടി നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ചിക്കൻ പാർട്സ് കുക്കറിൽ വേവിച്ചെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ കറി തയ്യാറാക്കി എടുക്കാനും പറ്റും. മൂടി അടച്ചു വെച്ച് നമുക്കിത് തക്കാളി ഒന്ന് നന്നായി വേവിച്ചെടുക്കാം. അങ്ങനെ തക്കാളിയൊക്കെ ഇവിടെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി ആദ്യം തന്നെ നമുക്കതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. നേരത്തെ ചിക്കൻ പാർട്സിൽ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇതിൽ 1 സ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ശേഷം അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിന് ശേഷം നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇതിന് ശേഷം അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതും കൂടി ഇട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ പാർട്സ് വേവിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് നന്നായി ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി ഒന്ന് കറി നന്നായി തിളച്ച് വരട്ടെ. ഈ ടൈമിൽ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ചിക്കൻ പാർട്സിൽ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഈ ടൈമിൽ നമുക്കൊന്ന് ഉപ്പ് കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി മുറിച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ വന്നിട്ടില്ല. ഇനി ഒന്ന് കറി നന്നായി തിളച്ച് വരട്ടെ. തിക്ക് ഗ്രേവിയോട് കൂടിയുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരടിപൊളി ചിക്കൻ പാർട്സ് കറി ഇവിടെ റെഡിയായി. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പാർട്സ് കറി ഇവിടെ റെഡിയായി. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ബൈ.